2019 ഈ സാധനം ഇളക്കിക്കൊണ്ട് പോകുന്നു. ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനും അനുഗമിക്കുന്നില്ല. തിരികെ വരുമ്പോഴേക്കും 4 കിലോ കുറവ്. കോടതി സംശയിക്കുന്നു അത് സ്വർണ്ണമാണ്, അത് തനി സ്വർണ്ണമാണെന്ന് സംശയിക്കുന്നത് ഹൈക്കോടതിയാണ്. എന്താണ് സ്വർണ്ണമാണോ ചെമ്പ് സ്വർണ്ണമാണോ എന്ന് അന്വേഷണത്തിൽ ഇനി വ്യക്തമാകുമെന്ന് എനിക്കറിയില്ല. തെളിവൊക്കെ അവിടെ ഉണ്ടാവും. പോട്ടെ. അങ്ങനെ 4 കിലോ കുറവ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുന്ന് ഇളക്കിക്കൊണ്ട് പോകുന്ന സാധനം തിരിച്ചു വരുമ്പോൾ തൂക്കി നോക്കണ്ടേ? തൂക്കി നോക്കാതിരിക്കുന്നു, മഹസറിൽ രേഖപ്പെടുത്താതിരിക്കുന്നു. 2019 19, 20, 21, 22, 23, 24, 25, 25 6 വർഷങ്ങളിൽ ആരും അറിയുന്നില്ല. 6 വർഷങ്ങൾ ഒരു ദേവസ്വം ബോർഡ് അംഗവും അറിയുന്നില്ല, ഒരു അന്വേഷണവും ഇല്ല. 25 ആകുമ്പോഴേക്കും വീണ്ടും അതേ പോറ്റ് വരിക. അതെങ്ങനെ ശരിയാവുക? ആരെങ്കിലുമൊക്കെ അറിയണ്ടേ? കോടതി ഇടപെട്ടാൽ മാത്രമാണോ അറിയേണ്ടത് ഈ കാര്യങ്ങളൊക്കെ? രാജു പി നായർ. ഹാഷ്മി, ഒന്ന് ശ്രീ അനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഇത് മുഴുവൻ സുബ്രഹ്മണ്യം പോറ്റിയുടെയും കുറേ ഉദ്യോഗസ്ഥരുടെയാണ്. ഈ സമാനമായ ഒന്നാണ് ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരത്ത് ഈ സർജറി എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ആ സിസ്റ്റം തകരാറ് തൻ്റെയാണ്, സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കാണെന്ന് ബോധ്യമില്ലാതെ പറഞ്ഞ വീണ ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് അനിൽകുമാറോട് പറയുന്നത്. ഞാൻ അനിൽകുമാറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ കൃത്യമായിട്ട് ഓരോ പോയിന്റ് വെച്ച് മറുപടി ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ പറയുക. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിന് 2019 എന്തായിരുന്നു അറിവ്? അദ്ദേഹം ഒരു ക്രിഡൻഷ്യൽസ് ഉള്ള ഒരാളല്ലെങ്കിൽ, ഈ ഇത്രയും വലിയ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ മാത്രം സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരാളാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ. അയാൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ പോലും ഫയൽ ചെയ്യാത്ത ഒരാളാണ്. അയാൾക്ക് ദേവസ്വം ബോർഡ് ഉത്തരവിൽ അദ്ദേഹത്തിൻ്റെ പേരച്ചടിച്ച് അയാൾക്ക് സാധുത നൽകിയത് ആരുടെ കുറ്റം? ദേവസ്വം ബോർഡിൻ്റെ കുറ്റമല്ലേ? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവല്ലേ? ബോർഡ് കൂടി തീരുമാനിച്ചതല്ലേ? അപ്പോൾ ബോർഡ് കൂടി തീരുമാനിച്ച ആ ബോർഡിന് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് കൃത്യമായ ബോധ്യമുണ്ടോ? അത് പറയണ്ടേ, മറുപടി പറയണ്ടേ? ഈ തട്ടിപ്പിന് നടക്കുന്നവർ ചിലപ്പോൾ വ്യാജ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഈ ദ്വാരപാല ശില്പവും മറ്റെല്ലാം കൊണ്ടുപോയി നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് പിരിവെടുക്കാൻ, തട്ടിപ്പ് നടത്താൻ അയാൾക്ക് കിട്ടിയ ഏറ്റവും ആധികാരികമായ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരടിച്ച് കൊടുത്ത ഉത്തരവല്ലേ? എന്തടിസ്ഥാനത്തിൽ അയാളെ അതിനകത്ത് ചേർത്തു? 2, ദേവസ്വം ബോർഡിൻ്റെ അന്വേഷണത്തിൽ തന്നെ ഇതിനകത്ത് ക്രമക്കേട് നടന്നു എന്നുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്തുകൊണ്ട്? പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കൊണ്ടുപോയി ചെമ്പുപാളിയിൽ ഉണ്ട്, ഒരു റിപ്പോർട്ടുണ്ട്, ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടുണ്ട്. അതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. അപ്പൊ ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് ഇതിനകത്ത് ക്രമക്കേടുകൾ നടന്നുവെന്നറിയാം. അങ്ങനെ ക്രമക്കേടുകൾ നടന്നു എന്നറിയാവുന്ന റിപ്പോർട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് 2025 വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരശില്പം ഇത് കൊടുത്തുവിട്ടു? അപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർക്കൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഇക്കുറിയും ഈ പറയുന്ന പോറ്റി പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത്തവണ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൂടെ പോയി. അല്ല, അതാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനു മുമ്പ് നടത്തിയ ക്രമക്കേടിനെ കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യമുള്ള ബോർഡ് എന്തുകൊണ്ടാണ് വീണ്ടും അയാളെ തന്നെ ഇതിനേൽപ്പിച്ചത്? ദേവസ്വം ബോർഡിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് കയ്യിലുണ്ടല്ലോ. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ആരെ സംരക്ഷിക്കാൻ നടപടിയെടുത്തില്ല? ആഷ്മി, ഇപ്പോൾ വളരെ കൃത്യമായിട്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം വന്നിരിക്കുന്നു. ഞങ്ങൾ പെടാൻ പോകുന്നു എന്നുള്ള ബോധ്യം വന്നതോടുകൂടിയാണ് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ഞാൻ മാത്രമല്ല നീയും കട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അനന്തഗോപനും പത്മകുമാറും എല്ലാം പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശാന്തിനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, ദേവസ്വം ബോർഡിന് കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യത്തിൽ കുറ്റക്കാരനാണെന്ന് അറിയാവുന്ന ആൾക്ക് വീണ്ടും അത് കൊടുത്തുവിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, CPMന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് അമ്പലത്തിൽ കൊള്ള നടത്തുകയാണ്. അതാണ് ഞാൻ അദ്വൈതം സിനിമയിലെ ശേഖരനാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാൽ ഇവർക്ക് നീതീകരിക്കാൻ കഴിയാത്ത തെളിവുകൾ ഇതിനകത്തുണ്ട്. ഇതിന്റെ ഗൂഢാലോചന 2019 തുടങ്ങിയിരിക്കുകയാണ്. കൃത്യമായ ഗൂഢാലോചനയോട് നടത്തിയ കൊള്ളയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം നിങ്ങൾ പറഞ്ഞ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ആ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലെന്താ? ഒന്ന്, നേരത്തെ ഉള്ള ദേവസ്വം മാനുവലിലെ 4ാമത്തെ ക്ലോസ് പ്രകാരം അവിടെയുള്ള ഒരു വസ്തുക്കളും ഇത്തരത്തിലുള്ള അറ്റകുറ്റിപ്പണം വേണ്ടപ്പോഴെല്ലാം
അത് ദേവസ്വത്തിൻ്റെ അമ്പലത്തിൻ്റെ പ്രൊമൈസസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ചട്ടം നിലനിൽക്കെ അത് അവിടെ ചെയ്യുമ്പോൾ തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ സമയമെടുക്കുന്ന പ്രവർത്തനമാണെങ്കിൽ രാവിലെ 9 മണിക്ക് കാലിബ്രേറ്റ് ചെയ്ത മെഷീനിൽ അതിൻ്റെ തൂക്കം നോക്കി വൈകുന്നേരവും നോക്കി അത് മഹസർ എഴുതി മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് അത് 2019 അത്തരത്തിലൊരു ഉത്തരവോടുകൂടി അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത്? ഒന്ന്, അതിൽ ദേവസ്വം ബോർഡ് തന്നെയാണല്ലോ കുറ്റക്കാർ. 2, അതിനകത്ത് ഏറ്റവും വലിയൊരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ആ ഉത്തരവിൽ പറയുന്നത് ചെമ്പ് പാളി എന്നാണ്. സ്വർണ്ണപ്പാളി എന്നത് മാറ്റി ചെമ്പ് പാളി എന്ന ആ ഉത്തരവിൽ അടിച്ചേർത്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ദേവസ്വം ബോർഡ് അറിയാതെ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അറിയാതെ അത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങുമോ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഈ പറയുന്ന പോറ്റി, ആ പോറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്ന. ആ ഉത്തരവിൽ പോറ്റിയുടെ പേരുണ്ട്. ഈ പോറ്റിക്ക് ഇത്രയും വൈകാരികമായി, സാമ്പത്തികമായി, വിശ്വാസപരമായി മൂല്യമുള്ള ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി ചെയ്യാൻ കഴിയുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളാണോ എന്നുള്ളൊരു അന്വേഷണം ദേവസ്വത്തിന് വിജിലൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇയാളുടെ ക്രെഡൻഷ്യൽസ് എന്താണ് എന്ന് പോലും അന്വേഷിക്കാതെ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിലൂടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് ആ ഗജ ഫ്രോഡ് എന്ന് പറയപ്പെടുന്ന ആൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാഹചര്യമുണ്ടാക്കുന്ന ഉത്തരവ് ബോർഡ് ഇറക്കിയെങ്കിൽ അത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ പരിപൂർണമായ സമ്മതത്തോടു കൂടി അറിവോടും നടന്നിരിക്കുന്ന കൊള്ളയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. നോക്കൂ, ഈ വിഷയങ്ങൾ ഇത്രയും പുറത്തു വന്നു. വൈകാരികമായ വിഷയമാണ്, വിശ്വാസത്തിലുള്ള വിഷയമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ നിമിഷം വരെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി അതിൽ ഒരു തട്ടിപ്പ് കേസ്, ഒരു മോഷണ കേസ്, ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല? ഇപ്പോഴും നടക്കുന്ന അന്വേഷണം എന്താ? ദേവസ്വത്തെ വിജിലൻസിന് ആളെ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമില്ല. അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമില്ലാത്ത ഒരു അന്വേഷണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? വളരെ കൃത്യമായിട്ട് മോഷണമാണ് നടന്നത് എന്നുള്ളത് വ്യക്തമല്ലേ? മോഷണം നടന്നൊരു സംഭവത്തിനകത്ത് ഒരു ക്രിമിനൽ കേസിട്ട്, മോഷണ കേസിട്ട് ആൾക്കാരെ പ്രതി ചേർത്ത്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിന്നിട്ട് സ്വകാര്യതയെക്കുറിച്ചെല്ലാം പറയാൻ കഴിയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസില്ല. ഒരു കേസിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള സാഹചര്യം പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ നടത്തിയ കൊള്ളയാണ്. ആ പോറ്റിക്ക് നിയമപരമായ വലിയ നിങ്ങൾ എന്തുകൊണ്ട് എഴുതിക്കോ, ഞാൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കൊള്ളാമെന്നാണ് പോറ്റി പറയുന്നത്. അത് ഈ പറയുന്ന ഞാൻ അങ്ങനെ എത്താം. ശ്രീ അനിൽകുമാർ, ആ കോൺഫിഡൻസിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഇന്ന് പി എസ് പ്രശാന്ത് ആ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ അയ്യപ്പന്റെ പേര് പറഞ്ഞ് അന്യ സംസ്ഥാനങ്ങളിൽ പോയി അയ്യപ്പന് സ്പോൺസർഷിപ്പ് പിടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തിയ ദേവസ്വം ബോർഡ് കുറ്റക്കാരല്ലേ? എന്തുകൊണ്ട് അതിനെതിരെ അന്വേഷണമില്ല? ഇതാണ് പറഞ്ഞത്. കേരളത്തിലെ ഉന്നത നേതൃത്വം CPM-ന്റെ അറിഞ്ഞുകൊണ്ട്, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ശബരിമലയെ കൊള്ളയടിക്കുകയാണ്. അദ്വൈതം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് സോമൻ അവതരിപ്പിച്ച ശേഖരൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ശബരിമലയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അദ്വൈതം സിനിമയിലെ ശേഖരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശേഖരൻ അവിടെ ആൾക്കാരെ നിർത്തി അയ്യപ്പന്റെ മുതൽ കൊള്ള ചെയ്യുന്ന അദ്വൈതം ചിത്രത്തിന്റെ തനിയാവർത്തനം കേരളത്തിൽ നിന്ന് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശേഖരൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ശേഖരന്റെ അറിവോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനകത്ത് ഒരു ക്രിമിനൽ കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ്. ശബരിമലയുടെ വിശ്വാസം തിരിച്ചു പിടിക്കണം. അല്ല ഹാഷ്മി, ഞാൻ ഇവിടെ ഈ വിഷയത്തെ സംബന്ധിച്ച് കോടതി ഏറ്റവും സുപ്രധാനമായ ചോദ്യങ്ങൾ ചോദിച്ച ജഡ്ജ്മെന്റിൽ ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റ് തന്നെ ദേവസ്വം കമ്മീഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ ബേസിലാണ്. അപ്പോൾ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് മുക്കി?